നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമിയുടെ നേതൃത്വത്തിൽ 2025-26 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തലശ്ശേരി സീപ്പിൾ റെസിഡൻസിയിൽ തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ M IPS ഉദ്ഘാടനം നിർവഹിച്ചു. സത്യമാണ് ദൈവമെന്നും ശാന്തിയാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും തോന്നണമേ. പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമിയുടെ നേതൃത്വത്തിൽ 2025-26 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. തലശ്ശേരി സീപോൾ റെസിഡൻസിയിൽ തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ M നന്ദഗോപൻ IPS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. IPS വരുന്നതിന് ഞാൻ ഡോക്ടറായിട്ട് കുറച്ച് വർക്ക് ചെയ്തു. അപ്പോൾ മെന്റൽ ഹെൽത്തിന്റെ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും കൂട്ടുകുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. അച്ഛനും അമ്മയും തനിയെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഫീഡ് ചെയ്യിക്കാനും മറ്റും ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഫോൺ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ TV ആദ്യം TV ആയിരുന്നു, ഇപ്പോൾ എളുപ്പമായി ഫോണായി. അപ്പോൾ 2 വയസ്സിന് ശരിക്കും WHO പല സ്റ്റഡീസിലും പറയുന്നത് 2 വയസ്സിന് താഴെ 0 സ്ക്രീൻ ടൈമാണ്. സ്ക്രീൻ ടൈം ഉണ്ടാവാനേ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി, 1.5 വയസ്സ് തൊട്ട് തന്നെ പലതരത്തിലുള്ള കാർട്ടൂണുകളും അങ്ങനെ തുടങ്ങും. പിന്നെ അവർക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന് വരും. ഇത് കുട്ടികൾ ചിലർക്ക് ADHD ഉണ്ടാവും, അറ്റൻഷൻ ഡെഫിസിറ്റ് പല കുട്ടികളും നമ്മൾ മുതിർന്നവർക്ക് തന്നെ പലപ്പോഴും ഉണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ഫോണില്ലാതെ അധികം നേരം നിൽക്കാൻ നമ്മൾ എത്ര പേർക്ക് പറ്റുമെന്നറിയില്ല. അത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക്, പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്ന ജെൻ ബീറ്റ തൊട്ടുള്ള കുട്ടികളാണ്. ജെൻ ബീറ്റ എന്ന് പറയുന്നത് ടെക്നോളജിയിലേക്കാണ് തുറന്ന് വീഴുന്നത് തന്നെ. ഇപ്പം അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ നിർവഹിക്കുന്നില്ല, അവരുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുക, അവരുടെ എഡ്യൂക്കേഷൻ ഷേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചടങ്ങിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറക്കൽ അധ്യക്ഷത വഹിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം ഏറ്റുവാങ്ങൽ മാത്രമല്ല, സത്യത്തിന്റെ നിലവിൽ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ട ബാധിച്ച ഉത്തരവാദിത്വം. കുട്ടികളില് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സ്നേഹം, സഹാനുഭൂതി, അനുകമ്പ
തുടങ്ങിയ കാര്യങ്ങൾ അവരിലെത്തിച്ച് പാഠഭാഗങ്ങളെക്കാൾ ഒരു നല്ല മനുഷ്യനായ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളുണ്ട്. നമുക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ അനുകരിക്കുക അധ്യാപികമാരെയാണ്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അക്കാദമിക് ചെയർമാൻ രതീഷ് കുമാർ KR, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗങ്ങളായ KB മദൻലാൽ, ബിജു, ഷെജിൽ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ കിരീടം വെച്ചുകൊണ്ട് അവരുടെ പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് ഇവിടെ കുറിച്ചെടുക്കുന്നത്. ഇനി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിങ്ങനെ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ടീച്ചർമാരെ കൊണ്ട് കേരളം നിറയാൻ പോകുന്നു. അതിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ 100ഓളം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ടീച്ചർമാരുടെ ഇടയിലേക്കാണ് നമ്മുടെ ഓരോരുത്തർ പോയിട്ട് അത് ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയും പരിസരവും ശുദ്ധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അവർ പഠിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ ബഹുവർണ്ണ സർട്ടിഫിക്കറ്റ് മാത്രമേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, ഈ ഒരു ചടങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കിയ ഒട്ടുമിക്ക ആളുകളും ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പ്രാധാന്യം നമുക്കറിയാം. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏറ്റവും കാതലായ ഒരു ഏരിയയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇവിടെ സംസാരിച്ച പലരും സൂചിപ്പിച്ചു, ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം വളരെയധികം സങ്കീർണമായി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം ഏത് മേഖലകളിലേക്കും നയിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു വലിയ കടമയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്തുള്ളവർ ചെയ്യുന്നത്. സ്കൂൾ കാലഘട്ടത്തിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് നോക്കുക. പെട്ടെന്ന് ഒരു ടീച്ചറെ നിങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറെ ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയുള്ള ഒരു ടീച്ചറായിരിക്കും? പലതരത്തിലുള്ള അധ്യാപകരാണ്. ചില അധ്യാപകര് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന അധ്യാപകര് ചിലപ്പോൾ നമ്മളെ അകാരണമായി അടിക്കുകയും ചിലപ്പോൾ ശിക്ഷിക്കുക, നമ്മളതിൻ്റെ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അധ്യാപകരാകാം. ചിലപ്പോൾ അങ്ങനെ വരുന്ന അധ്യാപകരാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ചടങ്ങിന് പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമി പ്രിൻസിപ്പൽ പ്രവിത ജയരാജ് സ്വാഗതവും അധ്യാപിക ഷൈനി രജീഷ് നന്ദിയും പറഞ്ഞു. സമൂഹത്തിലൊരു റോൾ മോഡലായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാറണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പരിശീലനം കൂടിയേ തീരുള്ളൂ. ഒരു കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ടീച്ചറായി നമ്മൾ മാറണമെങ്കിൽ അത് നമ്മുടെ അധ്യാപനത്തിലെ വിജയമാണ്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിശീലനം ലഭിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു അധ്യാപികയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഈ ഒരു പാഠ്യപദ്ധതി പ്രകാരം ഏറ്റവും നല്ല ഒരു പരിശീലനമാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2002 മുതൽ സ്ഥാപിതമായ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ന് ഇത്രയും നല്ലൊരു വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഏറ്റവും നല്ല പ്രവർത്തനം കൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം നിർവഹിച്ച കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സതീഷ് സാറിന് പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ തിരക്ക് പിടിച്ച സാർമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ തിരക്ക് പിടിച്ച ഈ ഒരു ടൈമിൽ നമ്മളുടെ ഉദ്ഘാടന ചടങ്ങിലും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിലും പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമി കണ്ണൂർ, തലശ്ശേരി, ഇരിട്ടി, കൂത്തുപറമ്പ്, പാനൂർ, ഓർക്കാട്ടേരി എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചു. സമഗ്ര ന്യൂസ് തലശ്ശേരി. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്.